അങ്ങനെ പ്രതിഷേധിക്കൂ, മോശം റോഡുകൾ മാറ്റാൻ വേണ്ടി പ്രതിഷേധിക്കൂ, വെള്ളം കിട്ടാതിരിക്കുന്ന കുടിവെള്ളം കിട്ടാതിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കൂ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റത്തിന് എതിരെ പ്രതിഷേധിക്കൂ. ആ പ്രതിഷേധത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ കെ വേണു, താങ്കൾ ഈ ചർച്ചയിൽ ഇടപെടും. തീർച്ചയായിട്ടും ജയരാജൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു സമരത്തിലേക്ക് അവർ നീങ്ങുകയാണെങ്കിൽ നല്ല കാര്യമാണ്. എൻ്റെ പിന്തുണ ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ തന്നെ പിന്തുണ ഉണ്ടാവുന്നതിൽ സംശയമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രിയെ തടയുക പോലുള്ള ജനാധിപത്യ വിരുദ്ധ സമരങ്ങളിൽ നിന്ന് അവർ പിന്മാങ്ങുകയും ഇത്തരം സമരങ്ങളിലേക്ക് ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. ശ്രീ വേണു അദ്ദേഹം 6-ാം തീയതി തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുക്കുമോ? ശ്രീ വേണുവിനോടാണ് എന്റെ ചോദ്യം. 6-ാം തീയതി വിലക്കയറ്റത്തിനെതിരായി ജനങ്ങളാകെ പ്രയാസപ്പെടുന്ന സമരം താങ്കൾ പങ്കെടുക്കുമോ? എന്റെ പിന്തുണ ഉണ്ടാവും. താങ്കൾ പങ്കെടുക്കുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് താങ്കൾ ദയവായി പങ്കെടുത്താലോ? താങ്കൾ അദ്ദേഹത്തിന്റെ പിന്തുണ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ കെ വേണു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തടസ്സമായി നിൽക്കുന്ന എന്താണ്? ഇവിടെ ഇനി നടക്കാനിരിക്കുന്ന ഒട്ടേറെ സമരങ്ങളെ ചിരി തന്നെ കള്ളച്ചിരിയ. ഇത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പാകെ ഇങ്ങനെയാണ് എന്റെ നിലപാടെന്ന് പറഞ്ഞ് പറ്റിക്കുക. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. വേണു 6-ാം തീയതി തിരുവനന്തപുരത്ത് വിലക്കയറ്റത്തിനെതിരായി നടക്കുന്ന രാഷ്ട്രീയത്തിനതീതമായ ബഹുജന സമരത്തിൽ പങ്കെടുക്കുമോ? ശ്രീ എം വി ജയരാജൻ, താങ്കൾക്ക് ഇതിലൊരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞു. താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു. കെ വേണു വിശദീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടാകും. പോരെ, താങ്കൾക്ക് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടാകും. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സമരത്തിന്റെ ഭാഗമാകാറില്ല, അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സന്തോഷമായോ താങ്കൾക്ക്? ശ്രീ പി സി വിശ്വനാഥ്, എങ്ങനെയാണ് താങ്കൾ പറഞ്ഞു ഇത് ഭരണഘടന? പറയൂ ശ്രീ എം വി ജയരാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. അതെ, പിന്തുണ അദ്ദേഹം മാതൃഭൂമിയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ എഴുതുമായിരിക്കും. അത് നല്ല കാര്യം. അദ്ദേഹം ഉൾപ്പെടെ വിലക്കയറ്റത്തിനെതിരായി എഴുതാത്തതായി ആരും ഉണ്ടാവില്ല. KPCC പ്രസിഡന്റ് പോലും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ജനകീയ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ മനസ്സുകൊണ്ടല്ല ശരീരം കൊണ്ട് ആ സമരത്തിൽ അണിനിരക്കാമോ? അങ്ങനെയാണെങ്കിൽ ഒരു ജനകീയ സമരമാക്കാം. അല്ല, വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങളിൽ ശ്രീ എം വി ജയരാജൻ, താങ്കൾ എന്നെയും ക്ഷണിച്ചല്ലോ. വേണു പറഞ്ഞതുപോലെ തന്നെ പിന്തുണ ഉണ്ടാകും ആ സമരത്തിന്. ഡ്യൂട്ടി കൊണ്ട് വരാൻ പറ്റില്ല. ശ്രീ എം വി ജയരാജൻ, പി സി വിശ്വനാഥ്, എങ്ങനെയാണ് സ്വാഭാവികമായി താങ്കൾ പറഞ്ഞു ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്കാണ് ഈ സമരം മാറുന്നത്. എങ്ങനെയാണ് സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പോകുന്നത്? പരിഹാരം സർക്കാർ സമരത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. കാരണം എന്താ? കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, പി സി വിശ്വനാഥ്, അല്ല ഞാൻ പറയാം, ഈ സമരത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. കാരണം ഇത് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ഇവർ പറഞ്ഞു, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, അതിന് നടപടികളുമായിട്ട് പോവുകയാണ്. ഇവരുടെ പ്രശ്നം ഇതൊന്നുമല്ല. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അവരുടെ പാർട്ടി അണികളെ ലൈവാക്കി നിർത്താൻ വേണ്ടി ഈ മുഖ്യമന്ത്രി ഇറങ്ങി പ്രവർത്തിച്ചാൽ മെട്രോ, മോണോ, സബർബൻ വികസനം വരികയാണ്. ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു ഗോപി, ഏതെങ്കിലും ഗവൺമെൻറ് ഇന്ന് ജനങ്ങളെ ദ്രോഹിച്ച് കളയാം എന്ന് പറഞ്ഞിട്ടൊരു വിലക്കയറ്റം ഉണ്ടാക്കുമോ? LDFും UDFും ഉണ്ടാക്കില്ല. വിലക്കയറ്റം പല സാഹചര്യങ്ങൾ കൊണ്ട് ഗവൺമെന്റ്, ഞാനിത് മുഴുവൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വീട്ടിൽ നിന്ന് പോകാറ്. ഞാനിത് മുഴുവൻ പറയട്ടെ. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് സമ്മതിച്ചത്. ഞാനൊന്ന് പറയട്ടെ, ഞാനിത് മുഴുവൻ പറയട്ടെ. ഗവൺമെന്റ് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ഇടപെട്ട് വിലക്കയറ്റം തടയാൻ ശ്രമിക്കും. അതിന് ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് വിലക്കയറ്റം രൂക്ഷമായതുകൊണ്ട് കേക്കട്ടെ, ഇത് പറയാൻ സമ്മതിക്കേ. ഇത് ഒരു CPM-ന്റെ ഒരു രാഷ്ട്രീയം പോലെ ഈ ചർച്ചയെ മാറ്റാതെ അസഹിഷ്ണുത. അപ്പോ ഈ രൂപത്തിൽ കൂടുതൽ രൂക്ഷമായ ഒരു വിലക്കയറ്റമാണ്. അസഹിഷ്ണുതയല്ല, വീട്ടിൽ സാധനം വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഈ ചർച്ചയ്ക്കിടെ കരിങ്കൊടി വേണോ നമുക്ക്? ഞാനൊരു കാര്യം പറയട്ടെ, അതില്ല, ഈ തങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ
രൂക്ഷമാണ്. തങ്ങൾ മാത്രമാണ് ശരി. തങ്ങൾ പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചു കൊള്ളണം. തങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ മറ്റുള്ളവരെല്ലാം പഞ്ചപുച്ഛമടക്കി അനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് സ്വപ്നം മാത്രമാണ്. ആ ഒരു സമീപനമാണ് ഈ ചർച്ചയിലുമുള്ളത്. അതുകൊണ്ട് അതൊന്നും ഈ സമൂഹത്തിൽ വില പോവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. പശ്ചിമ ബംഗാളിൽ ദയനീയമായി വീണ്ടും 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 പരാജയപ്പെടുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ പഠിച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിലക്കയറ്റം എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ സോളാർ സമരം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അതിന്റെ സൂചനയാണ് വിലക്കയറ്റ സമരം. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സോളാർ സമരവുമായി മുന്നോട്ട് പോയാൽ വീണ്ടും നിങ്ങൾ ഒറ്റപ്പെടുമെന്നുള്ളത് കൊണ്ട് വിലക്കയറ്റത്തിലേക്ക് മാറ്റിപ്പിടിക്കുകയാണ്. അത് നല്ലതാണ്. ശ്രീ കെ വേണു, ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ സമരം വന്നതിന് ശേഷം സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിക്കുമ്പോൾ കേട്ട ഒരു കാര്യം ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തി എന്നതാണ്. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒത്തുതീർപ്പല്ല, ഞങ്ങൾ ശത്രുക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണോ ഈ സമരത്തിന്റെ ലക്ഷ്യം? ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത്തരം സമരങ്ങൾ നയിക്കുന്ന ആളുകൾ ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തി സമരം നയിക്കുമ്പോൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ പൊതുസമൂഹം ഒരു പ്രവണത പ്രകടിപ്പിക്കുന്നു. താങ്കൾ പറയുന്നു വിലക്കയറ്റം ഒരു യഥാർത്ഥ പ്രശ്നം തന്നെയാണ്, അതിനെതിരെ സമരം ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോഴും CPM നയിക്കുന്ന ഒരു സമരത്തിന് മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ അതിന് പുറകിൽ നിൽക്കാൻ പോലും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആവില്ല. അപ്പോൾ ആ വിശ്വാസ നഷ്ടം അല്ലെങ്കിൽ സമരത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ സമരത്തിന്റെ രാഷ്ട്രീയമില്ലായ്മ അതെങ്ങനെയാണ് കേരളത്തെ പിറകോട്ടടിപ്പിക്കുന്നത്? കുറെ നാളുകളായി കേരളത്തിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് മുഴുവൻ സമൂഹത്തെയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റി. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത വിധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സമരം ഒരു പ്രത്യേക സമരമാവുന്നത്, ജനങ്ങളുടെ സമരമാകാത്തത്. ഇതിനെ മറികടക്കുക ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള പ്രകാരമാണ് ഞാൻ. ആ ഒരു പൊതു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഏതെങ്കിലും ന്യായമായ സമരത്തിൽ പോലും നേരിട്ട് പങ്കെടുക്കാതെ ഇരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ നേരത്തെ ജയരാജൻ പരാമർശിച്ച എൻ്റെ ലേഖനം ത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജി യഥാർത്ഥത്തിൽ തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് തിരിച്ചറിയുന്നത് ഇടതുപക്ഷ നേതൃത്വം തന്നെയാണ്. കാരണം അവരത് ലക്ഷ്യമാക്കുന്നില്ല. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുദ്രാവാക്യം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ ജനാധിപത്യ വിരുദ്ധമായ സമര രീതികളിലേക്ക് വ്യതിചലിക്കാതെ അതാണ് കെ വേണു ഉന്നയിച്ച ആ ആരോപണത്തിന് CMP ജയരാജൻ താങ്കൾ മറുപടി പറയണം. കാരണം മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യവുമായി തുടങ്ങിയ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം എന്ന തങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തപ്പെടുമോ എന്ന കാര്യത്തിലുള്ള തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇടതുമുന്നണി കാത്തിരിക്കേണ്ടത് ടേംസ് ഓഫ് റെഫറൻസ് സംബന്ധിച്ച് ഇടതുമുന്നണി നൽകിയ നിർദ്ദേശങ്ങൾ എങ്ങനെ പരിഗണിക്കപ്പെടും എന്നതുവരെയാണ്. അതിന് പോലും തയ്യാറാകാതെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടി തടയുന്നതിന് പിന്നിൽ എന്ത് ന്യായീകരണവും യുക്തിയാണ് ഉള്ളത്? അതുകൂടി പറഞ്ഞ ശേഷം CMP ജയരാജൻ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന്. ശ്രീ വേണു പറഞ്ഞതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരം നടത്തണം എന്നാണ് വേണുവിൻ്റെ ലേഖനത്തിൻ്റെ സാരാംശം. അപ്പോൾ അതുൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തുന്ന സമരം. ആ സമരം എന്ന് പറയുന്നത് അക്രമം നടത്താനല്ല. മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കും, മുഖ്യമന്ത്രിക്ക് കരികൊടി കാട്ടും. ഇത് സരിതാ മുഖ്യനാണ്. ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതാണെങ്കിലും സരിതയ്ക്ക് മാത്രമേ ഗുണമുള്ളൂ. അത് ഈ കേരളത്തിലെ ജനങ്ങളെ മുമ്പാകെ എത്തിക്കുക, രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടരുക എന്നത് തന്നെയാണ് സമരത്തിൻ്റെ ഉദ്ദേശം. അത് ഭരണഘടനാ വിരുദ്ധമല്ല, ജനാധിപത്യ അവകാശമാണ്. ആ സമരത്തിലൂടെ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ സമരം ജനപിന്തുണയുള്ളതാണ്, രാഷ്ട്രീയത്തിന് അതീതമാണ്. ഒപ്പം വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ തുടക്കം മുതൽ ശ്രീ ജയരാജൻ വലിയ മിടുക്കുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സരിതാ മുഖ്യൻ എന്ന് പറയുന്നുണ്ട്. ഇതൊരു അശ്ലീല രാഷ്ട്രീയമാണ്. മുഖ്യമന്ത്രിയുടെ കൊണ്ട് ഗുണമുണ്ടായത് സരിതയ്ക്കല്ല. 5 മെഡിക്കൽ കോളേജ്, കോക്ലിയർ ഇംപ്ലേഷൻ,
കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിങ്ങൾ സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ മാറ്റി വെച്ചിട്ട് വാങ്ങിച്ചിട്ട് അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തവരാ. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിയായത്. നിങ്ങൾക്ക് പേടിയാണ് അദ്ദേഹത്തെ. വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കരുത്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ എം വി ജയരാജൻ. പി സി വിശ്വനാഥ് താങ്കൾ കൂടുതൽ ക്ഷോഭിക്കുന്നു. പി സി വിശ്വനാഥ് വളരെയധികം നന്ദി. ഒപ്പം തന്നെ ശ്രീ കെ വേണു. ശ്രീ എം വി ജയരാജൻ താങ്കൾക്ക് പ്രത്യേകം നന്ദി. ഈ ചർച്ചയെ കൂടുതൽ ലൈവ്ലി ആക്കിയതിന് വളരെയധികം നന്ദി.